ഇന്ന് നല്ല പോട്ടിക്ക് കൊണ്ടുവന്നിട്ടാ ക്ലീനൊക്കെ ചെയ്ത് കഴുകി വാരിയൊക്കെ വെച്ച്. അപ്പോൾ പോട്ടി ഞാൻ ചോദിച്ചു വറുത്തരച്ച് വെക്കണോ വയ്ക്കാന്ന് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു വേണ്ട, വരട്ടി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. സാധാരണ സൺഡേസിലൊന്നും മിക്കാൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒന്നും വാങ്ങിക്കാറില്ല കേട്ടോ. ഞങ്ങളോട് ചോദിച്ചിട്ട് പോകാറുള്ളൂ, എന്ത് വേണം, ചിക്കൻ വേണോ, ബീഫ് വേണോ, വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകാറുള്ളൂ. ആൾക്ക് തിന്നാനുള്ളൊരു ആഗ്രഹം കൊണ്ട് മേടിച്ചുകൊണ്ടൊക്കെ വന്നതാണ് കേട്ടോ. വരട്ടി വെക്കാനായിട്ട് ഞാൻ ആദ്യം പച്ചമസാലയൊക്കെ കൂടി ചേർത്തിട്ട്, പച്ചമസാല എന്ന് പറയുമ്പോൾ ഉള്ളി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും മിക്സിയിലിട്ട് അടിച്ചെടുത്തു, സവാള അരിഞ്ഞിട്ട്. പിന്നെ നമ്മുടെ മെയിൻ ആൾക്കാരായിട്ടുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, കശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് കുക്കറിലിട്ട് ഒരു 5-8 വിസിൽ വേവിച്ചെടുത്തിട്ടാ. എന്നിട്ട് ഈ ചട്ടിയിലോട്ട് അങ്ങോട്ട് മാറ്റിയിട്ട് കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, പിന്നെ ഞാൻ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇതിൽ ചേർത്തത് കുരുമുളകാണ്. കുരുമുളകും പിന്നെ ജീരകവും കൂടി ഇട്ട് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് വരട്ടിയെടുത്തു. ഇതിൽ വെള്ളമൊക്കെ വെള്ളമൊക്കെ വറ്റി പോണവരൊക്കെ വരട്ടിയെടുക്കണം. പിന്നെ ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ഞാൻ ഇതിലൊരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോട്ടി നല്ല സോഫ്റ്റ് ആവട്ടോ. പിന്നെ ഞാൻ പല്ലിച്ചീരയൊക്കെ ഇട്ട് കൊടുത്തു. നല്ല അടിപൊളിയായിട്ട് നമ്മൾ വരട്ടിയെടുത്തു. അതിനൊപ്പം തന്നെ നെയ്ച്ചോറും ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഊണ് അടിപൊളിയായി.